നേതൃത്വം നൽകുന്ന മുന്നണി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ എല്ലാ കുപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് വളരെ ശക്തമായ സഹകാരികളുടെ പിന്തുണയോടുകൂടി വലിയ ഭൂരിപക്ഷത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഈ പാനൽ വിജയിച്ചിട്ടുള്ളത്. എല്ലാ പ്രിയപ്പെട്ട സഹകാരികൾക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ അകൈകിതവുമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമസ്കാരം. സർവീസ് സഹകരണ ബാങ്കിൽ BJPയുടെ ജനകീയ സംരക്ഷണ മുന്നണി ഉജ്ജ്വലമായ ഒരു വിജയം നേടിയെടുത്തിരിക്കുകയാണ്. സഹകരണ മേഖലയെ സംരക്ഷിക്കുവാൻ വേണ്ടി ഈ രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്ന BJPയുടെ നേതൃത്വത്തിൽ ചെങ്ങന്നൂർ കിഴക്കേനട സർവീസ് സഹകരണ ബാങ്കിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിൻ്റെ പാനലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് BJPയുടെ നേതൃത്വത്തിലുള്ള ജനകീയ സഹകരണ മുന്നണി ഉജ്ജ്വലമായ വിജയം നേടിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ആഹ്ലാദ പ്രകടനമാണ് ഈ ചെങ്ങന്നൂർ ടൗണിൽ സമാപിച്ചിട്ടുള്ളത്. ഈ ആഹ്ലാദ പ്രകടനത്തിൽ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ MB ഗോകുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സമരാധീനരായിട്ടുള്ള നേതാക്കന്മാരെ, ഈ ഉജ്ജ്വലമായ വിജയം നേടിയ പ്രിയപ്പെട്ട സഹകാരി സുഹൃത്തുജനങ്ങളെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന സഹകരണ മുന്നണി, ജനകീയ സഹകരണ മുന്നണി വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് കിഴക്കേനട സർവീസ് സഹകരണ ബാങ്കിൽ വിജയം നേടിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ കിഴക്കേനട സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ മോശമായ തരത്തിലുള്ള കള്ളപ്രചരണങ്ങളാണ് CPM-ന്റെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് ചെങ്ങന്നൂരിലെ MLA-യും മന്ത്രിയുമായ സൈതന്യാന്റെ നേതൃത്വത്തിൽ ചെങ്ങന്നൂരിൽ അയച്ചുവിട്ടത്. കല്ലുവെച്ചമാരെ പ്രചരിപ്പിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ ജനങ്ങളിൽ നിന്നും അകറ്റാൻ ആത്മാർത്ഥമായ ശ്രമം നടത്തിയ CPM-ന് പരമാവധി കിട്ടിയത് 70 വോട്ടാണ്. ജനങ്ങൾ വിശ്വസിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയാണ്. നമുക്കറിയാം, ഭാരതത്തിൽ ഒരു സഹകരണ വകുപ്പ്, സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ ഒരു സഹകരണ വകുപ്പ് രൂപീകരിച്ചുകൊണ്ട് ആരാധനായിട്ടുള്ള അമിത്ഷായെ അതിന്റെ ചുമതല ഏൽപ്പിച്ചപ്പോൾ മുതൽ കേരളത്തിലെ CPM-കാർ കാലിളകി നടക്കുകയാണ്. അവര് കേന്ദ്ര സർക്കാരിനും അമിത്ഷാജിക്കുമെതിരായി ആരോപണങ്ങൾ ഉന്നയിച്ചു. യഥാർത്ഥത്തിൽ അവർ ഭയപ്പെട്ടത് എന്താണ് എന്ന് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായിരിക്കുകയാണ്. തൃശ്ശൂർ കരുവന്നൂർ ബാങ്ക് മുതൽ ഈ ചെങ്ങന്നൂരിൽ പരിശോധിച്ചാൽ നമ്മുടെ ചുറ്റും പാടനാടും തിരുവൻമുണ്ടൂരും എല്ലാം വെൺമണി അടക്കം എല്ലാ മേഖലയിലെയും സഹകരണ ബാങ്കുകൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. സാധാരണക്കാരുടെ പണം എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. CPM-ഉം കോൺഗ്രസും ചേർന്ന് ഭരിക്കുകയാണ് ഉയർന്ന സർവീസ് സഹകരണ ബാങ്ക്. എന്തുവേണ്ടിയാ? BJPയുടെ ഭരണം അവസാനിപ്പിക്കാൻ CPM-ഉം കോൺഗ്രസും ചേർന്ന് മുന്നണി ഉണ്ടാക്കി ഭരണം പിടിച്ചു. പക്ഷേ ഭരണം പിടിച്ചതിന് ശേഷം നടന്ന കൊള്ളകൾ നമുക്കറിയാം. അവിടെ കോൺഗ്രസിന്റെ നേതാവ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ CPM-ഉം കോൺഗ്രസും ചേർന്ന് ആ ഉഭയജന സർവീസ് സഹകരണ ബാങ്കിനെ തകർത്തെറിഞ്ഞു. നമ്മുടെ ഈ കിഴക്കേനട സർവീസ് സഹകരണ ബാങ്കിലും ആ ബാങ്കിനെ തകർക്കുവാൻ വ്യാപകമായ വ്യാജ പ്രചരണങ്ങൾ നടത്തി അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചു. പക്ഷേ സത്യസന്ധമായ ഒരു ഭരണ സംവിധാനം അവിടെ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾ ആ സംവിധാനത്തെ വിശ്വസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി BJP നേതൃത്വം നൽകുന്ന ഈ മുന്നണിയെ വിജയിപ്പിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന, അഴിമതിയില്ലാതെ സത്യസന്ധമായി ഭരണം നടത്തുന്ന ഒരേ ഒരു മുന്നണി, അത് BJP നേതൃത്വം നൽകുന്ന മുന്നണി തന്നെയാണ്. തീർച്ചയായും ഈ നാട്ടിലെ സഹകാരികളോട് ഞങ്ങൾക്ക് കടപ്പാടും സ്നേഹവുമുണ്ട്. അവർ ആത്മാർത്ഥമായി ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ എല്ലാവരെയും ഒരുപോലെ ആ പാനലിൽ മത്സരിച്ച എല്ലാവർക്കും വൻപിച്ച ഭൂരിപക്ഷം, ഏതാണ്ട് 600ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം നൽകിക്കൊണ്ടാണ് അവരെ വിജയിപ്പിച്ചത്.
ഇതിനെ എതിരിട്ട ഇടതുപക്ഷത്തിന്റെ പാനലിന് കേവലം 70 വോട്ടുകളാണ് അവിടെ ഏറ്റവും കൂടി 70 വോട്ടുകളാണ് നേടാൻ കഴിഞ്ഞത്. പ്രിയമുള്ളവരെ, ഈ ചെങ്ങന്നൂരിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പമാണ്. അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ അവർ BJPയോടൊപ്പം നിൽക്കുമെന്ന് ഒരിക്കൽ കൂടി ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ ജനങ്ങളോട് ഭാരതീയ ജനതാ പാർട്ടിക്കും ഈ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികൾക്കും അങ്ങേയറ്റം കടപ്പാടും സ്നേഹമാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ബാങ്കിനെ കൂടുതൽ ശക്തിപ്പെടുത്താനും നല്ല നിലയിൽ ഭരണം നടത്തി എല്ലാവർക്കും അതിന്റെ ഗുണം കിട്ടുവാനുമുള്ള പരിശ്രമം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഈ വിജയം നേടിയിട്ടുള്ള ഉജ്ജ്വലമായ ജനങ്ങളുടെ ഇടയിൽ നടത്തിയ പോരാട്ടത്തിൽ അവരുടെ സ്നേഹം പിടിച്ചു പറ്റിക്കൊണ്ട് അവരുടെ അംഗീകാരം നേടിക്കൊണ്ട് വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുള്ള ഈ സ്ഥാനാർത്ഥികളെ ഓരോരുത്തരെയും ഭാരതീയ ജനതാ പാർട്ടി അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്, അവരെ ആദരിക്കുകയാണ്, അവരെ ബഹുമാനിക്കുകയാണ്. അവർക്ക് നേടിയിട്ടുള്ള നേട്ടത്തിൽ അവർക്ക് വോട്ട് നൽകി വിജയിപ്പിച്ച ഈ നാട്ടിലെ ജനങ്ങളോടുള്ള നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. നമസ്കാരം. Thank you.